ഹലോ, എന്തൊക്കെയുണ്ട്? അപ്പം ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ. അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടാത്ത സാധനം ആയതുകൊണ്ടാണ് ഞാൻ വെറൈറ്റി ആയിട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സംഭവം കിട്ടാണ്ടെങ്കിൽ ആരും വെറുതെ കളയണ്ട. വളരെ കുറച്ച് സാധനങ്ങളുണ്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് സാധനം എന്നുള്ളതും എങ്ങനെ ഉണ്ടാക്കലെന്നുള്ളതും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളതും അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കി. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് തലച്ചോറ് കിട്ടിയത്. ഇതെന്തിൻ്റെ വെച്ചാൽ ബീഫിൻ്റെ തലച്ചോറാണ് കേട്ടോ, പോത്തിൻ്റെ. പിന്നെ ആടിൻ്റെ അല്ല, ആടിൻ്റെ ആണെങ്കിൽ ഇത്ര വലിപ്പം ഉണ്ടാവില്ല. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇത് ഭയങ്കര പൂതിയനി, പക്ഷേ അത് അങ്ങനെയൊന്നും പെട്ടെന്ന് കിട്ടൂലല്ലോ. വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ തന്നെ പോയി ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടതാണ്. അപ്പോൾ നമുക്കിത് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പലരും പല വിധത്തിലേക്കാണ് ഉണ്ടാക്കുക. അപ്പോൾ എനിക്കിതൊരു ഫ്രൈ വരട്ടല്ല, ഫ്രൈ പോലെ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മുടെ ഒരു എഗ്ഗൊക്കെ ഇതാക്കൂലേ, അങ്ങനെ വരട്ടിയെടുക്കൂലേ, അതേപോലെ. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു പാടുണ്ടല്ലോ, തൊലി, അതൊക്കെ ഒന്ന് കളയണം. ഇത് ഇങ്ങനെ മൊത്തത്തിലൊറ്റ കട്ടായിട്ടല്ലേ കിടക്കണത്. ഇത് നമുക്കിങ്ങനെ ഈ പാടെടുക്കുമ്പോൾ ഇത് മുറിച്ചെടുക്കാൻ പറ്റും. ഈ ഒരു പാളി ഇങ്ങോട്ട് എടുക്കണം. ഇങ്ങനെ ഇതിലൊരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് കിട്ടും. നല്ല തളച്ച വെള്ളം ഒഴിക്കരുത്, വെന്ത് പോവും. ഇത് അധികം വേവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനമാണ്, പെട്ടെന്ന് റെഡിയായി കിട്ടും. അതേമാതിരി ഞാൻ ഈ കാണിക്കുന്ന റെസിപ്പിയിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉള്ളൂ കേട്ടോ, ഒരുപാട് പണിയൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ എന്തോ പോലെ തോന്നുമെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയി കിട്ടും. അപ്പോൾ നമുക്കിത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതൊക്കെ തൊലി കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കണം. ഇനി ഇത് ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്തിട്ടാനും വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്കിഷ്ടമുള്ള സൈസ് വലുതാക്കിയിട്ടാലും കുഴപ്പമൊന്നുമില്ല, അധികം വേവ് ഇതൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ ചെറിയ പീസുകളാക്കി എടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തലച്ചോറ്. പിന്നെ എനിക്ക് വേണ്ടിയത് ഞാൻ പറഞ്ഞല്ലോ, വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി കേട്ടോ, ഒരുപാട് ഇതില്ല. കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചണം, ഒരു വലിയൊരു 4-5 അല്ലി ചതച്ച് വെച്ചണം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഒരു കുറച്ച് ചീരാപ്പറങ്കി മുളകും, ചെറിയ മുളകിട്ട പറങ്കി മുളക്. ചീരാപ്പറങ്കി എന്ന് മനസ്സിലാവും, ഈ മുളകാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ചീരാപ്പറങ്കി എന്നാണ് പറയാം. അതും എടുത്ത് വെച്ചാണ്. പച്ചമുളകായാലും മതി, ഈ മുളക് ഇല്ലേലും കുഴപ്പമില്ല. ഞാൻ ഉണ്ടായപ്പോൾ ഇട്ടുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിക്കുള്ള പൊടികൾ ഒരുമിച്ച് ഇതിലാക്കി വെക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കൂടുതൽ വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂണുള്ളൂ, ടീസ്പൂണിക്ക്. പിന്നെ മുളക് പൊടി എടുക്കണില്ല, അതിന് പകരം കൂടുതൽ കുരുമുളക് പൊടിയാണ് എടുക്കുന്നത്. ഈ സ്പൂണിന് 2 സ്പൂണ്, 2-2.5 സ്പൂണൊക്കെ എടുക്കാം. പച്ചമുളക് ഉള്ളതുകൊണ്ട് 2 സ്പൂൺ എടുക്കുന്നുള്ളൂ കേട്ടോ, മതി. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി എടുത്താണ്. അപ്പോൾ അത് ഒരു പാത്രത്തിലാക്കി വെച്ചാൽ 10 ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ച് വെളിച്ചെണ്ണയും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ടും മുട്ടി തിരിഞ്ഞിക്കാതെ ചട്ടി എടുത്താണ്ട് അടുപ്പത്തേക്ക് വെക്കുക. പെട്ടെന്നായാൽ പെട്ടെന്ന് തിന്നാം, അതാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് പറഞ്ഞു കൊടുക്കുക. സംഗതിക്ക് ഞാൻ ഈ പറഞ്ഞ വെളിച്ചെണ്ണ കുറച്ച് കൂടിയും കേട്ടോ, നമുക്ക് ഇത്ര വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ല. ലാസ്റ്റാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ ഉണ്ട് നിങ്ങൾ വരുമ്പോൾ. പിന്നെ എനിക്ക് നമ്മൾ കുട്ടിക്കാഴ്ച വെച്ചാൽ വെച്ചലും പിന്നെ നല്ല ചീരാപറഞ്ഞിട്ടാണ് മുളകിൻ്റെതോ എന്താണെന്ന് വെച്ചിട്ടുള്ളത്. കൂടുതൽ നല്ല കുരുമുളകാണ് കേട്ടോ ബീഫ്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. നമ്മൾ വെച്ചിട്ട് ആ ഒരു മസാലപ്പൊടികളൊക്കെ ചേർത്ത് പിന്നെ ഒരു തലച്ചോറും കൂടി ക്ലീൻ ആക്കിയിട്ട് ചേർത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയിൽ ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നല്ലോണം ഇറക്കി മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് നേരം അടച്ച് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എണ്ണ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. ഇതിൽ ഉള്ള ഈ വെള്ളം കൂടി അത് തിളച്ച് വന്നപ്പോൾ പിന്നെ അത് ഫ്രൈ ആയി കിട്ടാൻ കുറച്ചൊരു പണിയുണ്ട്. അപ്പോൾ നമ്മൾ വരട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ഡ്രൈ ആയി നിൽക്കണമല്ലോ, അതായത് ഒന്ന് ഉണങ്ങി നിൽക്കണമല്ലോ. അങ്ങനെയാകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ശരിക്കും കിട്ടുക. ഇങ്ങനെ കാച്ചുകൊണ്ട് കിട്ടും കൂടുതലായാലും. അതുകൊണ്ട് കുറച്ചൊന്ന് നമ്മൾ ഇന്നൊരു കട്ടിയിലിട്ട് പിടിച്ചല്ലോ, അതേമാതിരി കുറഞ്ഞ എണ്ണയിലായാലും ഒന്നും കൂടി നന്നാവും. അങ്ങനെ കുറച്ചേരൊക്കെ അത് വെച്ച് കാത്തിട്ട് പിന്നെ വന്നതിൻ്റെ ശേഷം അതൊന്ന് കട്ടി മാറ്റിയിട്ട് നമുക്ക് ഉണക്കിയെടുത്തിട്ടുണ്ട്. അത്ര എളുപ്പമാണ്. നമുക്ക് അങ്ങനെ 1-2 പ്രാവശ്യം ഇളക്കി ഒന്ന് മൂടി വെച്ചാൽ മതി.
അപ്പോൾ അതായത് നമ്മൾ അടിപൊളി തലച്ചോറ് വരട്ടിയത് ഇവിടെ റെഡി ആയിന്. അപ്പോൾ ഇതിൽ ഈ കാന്താരി മുളകൊക്കെ ഇങ്ങോട്ട് പൊരിഞ്ഞ് അതും പിന്നെ നമ്മളെ കുരുമുളകിൻ്റെ ടേസ്റ്റും ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ നുണപ്പിക്കണില്ല. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഇതേമാതിരി ഇഷ്ടമുള്ളവർക്ക് ഇത് കാണുമ്പോൾ എന്തായാലും കൊതി വരും. അപ്പോൾ ഈ ഒരു സാധനം കിട്ടാണ്ടെങ്കിൽ ആരും വിടണ്ട. എപ്പോഴെങ്കിലുമൊക്കെ ഓരോന്ന് കൊണ്ടുവന്നാട്ടെ. ഇനി ആടിൻ്റെതായാലും ഉഷാറാണ്, പോത്തിൻ്റെതായാലും ഒക്കെ നല്ല തന്നെയാണ് കേട്ടോ. ആടിൻ്റെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ സാധനം കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു 2 ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടാവും ഇക്കാരല്ലേ. എന്തായാലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാ ഞാൻ വലിയ വലിയ പീസാക്കിയിട്ടുകൊണ്ട് തന്നെ വലിയ കഷ്ണാക്കിയിട്ട് പീസൊന്നും കൂടി ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കുക. പിന്നെ നമ്മളെ ഇളക്കണ സമയത്ത് ഉടക്കണമെങ്കിൽ ഉടക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.